നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ആരോഗ്യവും കുടുംബസൗഖ്യവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല, അല്ലെ? പണം മാത്രം ഉണ്ടായാൽ ജീവിതം സന്തോഷകരമാകണമെന്നില്ല. വീട്ടിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും മനസമാധാനമില്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം? ആരോഗ്യമില്ലെങ്കിൽ എന്ത് പ്രയോജനം? കുടുംബത്തിൽ സ്നേഹവും ഐക്യവും ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? മക്കളുടെ കാര്യത്തിൽ സമാധാനമില്ലെങ്കിൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാരമ്പര്യത്തിൽ മഹാലക്ഷ്മി ദേവിയെ വെറും ധനത്തിന്റെ ദേവതയായി മാത്രം കാണാതെ ജീവിതത്തിലെ വിവിധ തരത്തിലുള്ള ഐശ്വര്യങ്ങളുടെ ദേവതയായി ആരാധിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത് വരലക്ഷ്മി വ്രതത്തെക്കുറിച്ചാണ്. ഈ വർഷത്തെ വരലക്ഷ്മി വ്രതം എപ്പോഴാണ്? എന്തുകൊണ്ടാണ് ഇത്തവണ ആടിമാസത്തിന് പകരം ചിങ്ങമാസത്തിന്റെ തുടക്കത്തിൽ വരുന്നത്? അമ്മയെ എപ്പോൾ ക്ഷണിക്കണം? എങ്ങനെ ക്ഷണിക്കണം? വരലക്ഷ്മി പൂജ എങ്ങനെ വളരെ ലളിതമായിട്ട് ചെയ്യാം? കലശം എങ്ങനെ തയ്യാറാക്കാം? കലശത്തിൽ എന്തൊക്കെ വയ്ക്കാം? വ്രതച്ചരട് എപ്പോൾ കെട്ടണം? പുനർപൂജ എപ്പോൾ ചെയ്യണം? പൂജ കഴിഞ്ഞാൽ കലശത്തിലെ അരിയും നാണയങ്ങളും മറ്റും എന്തു ചെയ്യണം? ഇതെല്ലാം വളരെ ലളിതമായിട്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കേൾക്കണം. നിങ്ങൾക്ക് ഈ ഒരു വരമലക്ഷ്മി ദിനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വരലക്ഷ്മി പൂജയെക്കുറിച്ച് അറിയില്ല, ഇതുവരെയും നിങ്ങൾ ഈ ഒരു വ്രതം നോറ്റിട്ടില്ല എങ്കിൽ കൂടിയും നിങ്ങൾ ഇത്തവണ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അന്നേ ദിവസം ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നിവിടെ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. വരലക്ഷ്മി വ്രതം എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് വലിയ അലങ്കാരങ്ങളും വെള്ളിക്കലശവും ആഭരണങ്ങളും സാരിയും ഒരുപാട് നൈവേദ്യങ്ങളും ഒരുപാട് ആളുകളെ വിളിച്ചുള്ള ആഘോഷവും ഒക്കെയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പലരുടെയും പൂജകൾ കാണാറുണ്ട്. വലിയ മനോഹരമായ അലങ്കാരങ്ങൾ, വലിയ പൂജാ മണ്ഡപങ്ങൾ, വെള്ളിയിൽ നിർമ്മിച്ച കലശങ്ങൾ, മഹാലക്ഷ്മി ദേവിയുടെ മനോഹരമായ തിരുമുഖങ്ങൾ, ഒരുപാട് താമ്പൂലങ്ങൾ, ഒരുപാട് സമ്മാനങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ ചിലർ ചിന്തിക്കും, ഞങ്ങളുടെ വീട്ടിൽ ഇതൊന്നുമില്ലല്ലോ, ഇത്രയും വലിയ രീതിയിൽ പൂജ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ, അപ്പോൾ ഞങ്ങളുടെ പൂജ പൂർണ്ണമാകുമോ എന്ന്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഒരിക്കലും മറ്റുള്ളവരുമായി നിങ്ങളുടെ പൂജയെ താരതമ്യം ചെയ്യരുത്. അവരവരുടെ കഴിവിനനുസരിച്ച് അവർ ചെയ്യുന്നു, നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മളും ചെയ്യുക. മഹാലക്ഷ്മി ദേവിക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലെ ഏറ്റവും വില കൂടിയ സാധനങ്ങളല്ല, നമ്മുടെ ഭക്തിയും വിശ്വാസവും ആത്മാർത്ഥതയുമാണ്. ഇനി വെള്ളിയിൽ നിർമ്മിച്ച കലശമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ എല്ലാവർക്കും അത് വാങ്ങാൻ കഴിയണമെന്നില്ല. അതിൻ്റെ പേരിൽ ആരും വിഷമിക്കേണ്ടതില്ല. ചെമ്പ് കലശം ഉപയോഗിക്കാം, പിച്ചള കലശം ഉപയോഗിക്കാം, വീട്ടിലെ ആചാരപ്രകാരം വൃത്തിയുള്ള പൂജാപാത്രം ഉപയോഗിക്കാം. അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയുടെ പ്രത്യേക തിരുമുഖമില്ലെങ്കിലും വിഷമിക്കേണ്ട. മഞ്ഞൾ ഉപയോഗിച്ച് അമ്മയുടെ ഒരു പ്രതീകം തയ്യാറാക്കാം. അതിൽ ചന്ദനവും കുങ്കുമവും പൂക്കളും സമർപ്പിക്കാം. ഒരു തേങ്ങയിൽ മഞ്ഞൾ പുരട്ടി കുങ്കുമം ചാർത്തി മഹാലക്ഷ്മി ദേവിയെ സങ്കല്പിച്ചും പൂജ ചെയ്യാം. അതുകൊണ്ട് ഇതില്ലാത്തതിനാൽ എനിക്ക് പൂജ ചെയ്യാൻ കഴിയില്ല എന്ന ചിന്ത പൂർണ്ണമായും ഉപേക്ഷിക്കണം. ഇനി ഈ വർഷത്തെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. 2026 ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ചയാണ് വരലക്ഷ്മി വ്രതം വരുന്നത്. വരലക്ഷ്മി വ്രതം സാധാരണയായി ശ്രാവണ മാസത്തിലെ പൗർണമിക്ക് മുൻപുള്ള വെള്ളിയാഴ്ചയാണ് ആചരിക്കുന്നത്. കേരളത്തിലെ മലയാള മാസക്കണക്കിൽ ഈ കാലയളവ് ചിങ്ങമാസത്തിലാണ് വരുന്നത്. 2026 ചിങ്ങം 1 ഓഗസ്റ്റ് 17 ആരംഭിച്ചത്. അതുകൊണ്ട് വരലക്ഷ്മി വ്രതം ആടിമാസത്തിലല്ലേ വരേണ്ടത് എന്ന സംശയം പലർക്കും ഉണ്ടാകാം. ഇവിടെ മാസത്തിന്റെ പേര് മാത്രം നോക്കിയല്ല ഈ വ്രത ദിവസം തീരുമാനിക്കുന്നത്. ചന്ദ്രമാസവും പൗർണമിയുമായുള്ള ബന്ധവും കണക്കിലെടുത്താണ് വരലക്ഷ്മി വ്രതദിനം നിശ്ചയിക്കുന്നത്. അതിനാൽ ഒരു വർഷം ആടിമാസത്തിലും മറ്റൊരു വർഷം ചിങ്ങമാസത്തിലും വരുന്നതായി തോന്നും. അതുകൊണ്ട് ഇത്തവണ ചിങ്ങമാസത്തിലാണ് വരുന്നത് എന്നതിൽ സംശയപ്പെടേണ്ടതില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചാൽ പണം വരും. പക്ഷെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ ഇത്രയും ചെറിയൊരു കാര്യത്തിലേക്ക് മാത്രം ചുരുക്കേണ്ടതില്ല എന്നതാണ്. മഹാലക്ഷ്മി ദേവി എന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. മനസമാധാനം ഒരു ഐശ്വര്യമാണ്. ആരോഗ്യം ഒരു ഐശ്വര്യമാണ്. കുടുംബത്തിലെ സ്നേഹം ഒരു ഐശ്വര്യമാണ്. മക്കളുടെ നല്ല വിദ്യാഭ്യാസം ഒരു ഐശ്വര്യമാണ്. ധൈര്യം ഒരു ഐശ്വര്യമാണ്. അന്നത്തിന് കുറവില്ലാത്തത് ഒരു ഐശ്വര്യമാണ്. നമ്മുടെ അധ്വാനത്തിന് നല്ല ഫലം ലഭിക്കുന്നത് ഒരു ഐശ്വര്യമാണ്. അതുകൊണ്ട് വരലക്ഷ്മി വ്രത ദിവസം ധനം മാത്രം ചോദിക്കാതെ ജീവിതത്തിലെ എല്ലാ നല്ല അനുഗ്രഹങ്ങളും ചോദിക്കാം. ഇനി പൂജ ചെയ്യാൻ കഴിയാത്തവരെന്ത് ചെയ്യണം? ഞങ്ങൾക്ക് കലശം വയ്ക്കാൻ അറിയില്ല, വലിയ പൂജകൾ ചെയ്യാൻ കഴിയില്ല, വലിയ അലങ്കാരം ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് വളരെ ലളിതമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പൂജ ചെയ്യാം. വീട്ടിലുള്ള മഹാലക്ഷ്മി ദേവിയുടെ ചിത്രം എടുക്കുക. ഫോട്ടോയോ വിഗ്രഹമോ എന്തായാലും ഒരു വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ ഒരു ചിത്രം ഉണ്ടാകും. അത് നന്നായിട്ട് വൃത്തിയാക്കുക. ചന്ദനം ചാർത്തുക, കുങ്കുമം ചാർത്തുക, ഒരു പൂവ് സമർപ്പിക്കുക. നൈവേദ്യമായിട്ട് പാല് വയ്ക്കാം, ഒരു പഴം വയ്ക്കാം. കഴിയുമെങ്കിൽ ഒരു ചെറിയ മധുര പലഹാരം കൂടെ വയ്ക്കാം. ഇനി അതല്ലാതെ ഒരുപാട് നിവേദ്യങ്ങൾ ഉണ്ടാക്കണം, അതെന്നെ കൊണ്ട് സാധിക്കില്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. ഒരു പാലും പഴവും മാത്രം വയ്ക്കാൻ സാധിക്കാത്തവരാരും ഉണ്ടാവില്ലല്ലോ, അല്ലെ? ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താലും മതിയാകും. ശേഷം വിളക്ക് തെളിയിച്ച് അമ്മയെ പ്രാർത്ഥിക്കുക. ഇതും ഭക്തിയോടെയുള്ള വരലക്ഷ്മി പൂജ തന്നെയാണ്. ഇനി കുറച്ചുകൂടി വിപുലമായിട്ട് പൂജ ചെയ്യാൻ കഴിയുന്നവർക്ക് കലശം തയ്യാറാക്കാം. ആദ്യം ഒരു വൃത്തിയുള്ള കലശം എടുക്കുക. ചെമ്പോ പിത്തളയോ വെള്ളിയോ ഉപയോഗിക്കാം. കലശത്തിന്റെ വായ്ഭാഗം മഞ്ഞൾ നൂല് ചുറ്റാം. ഇത് കൃത്യമായി ചുറ്റാൻ അറിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഒരു മഞ്ഞൾ നൂൽ പ്രതീകമായി ചുറ്റിവെച്ചാലും മതി. കലശത്തിനുള്ളിൽ വെള്ളമോ അരിയോ നിറയ്ക്കുന്ന രീതികൾ കുടുംബാചാരം അനുസരിച്ച് വ്യത്യാസപ്പെടാം. വെള്ളം നിറയ്ക്കുന്നവർക്ക് അതിൽ അല്പം മഞ്ഞൾ ചേർക്കാം. സുഗന്ധദ്രവ്യങ്ങൾ ചേർക്കാം. നാണയങ്ങൾ ഇടാം. ചെറുനാരങ്ങ ഇടാം. ചിലർ ഏലയ്ക്ക, ഗ്രാമ്പു, ജാതിക്ക തുടങ്ങിയവയും ഇടാറുണ്ട്. ഇവയെല്ലാം നിർബന്ധമാണെന്ന് കരുതേണ്ട. നിങ്ങളുടെ കുടുംബാചാരവും സൗകര്യവും അനുസരിച്ച് ചെയ്യുക. ഇനി അരി നിറയ്ക്കുന്നവരാണെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുക്കുക. വളരെ വലിയ കലശമെടുത്ത് ധാരാളം അരി നിറയ്ക്കേണ്ടതില്ല. പിന്നീട് ഉപയോഗിക്കാൻ കഴിയുന്നത്ര മാത്രം എടുക്കാം. ചിലർ 1/4 ഭാഗം വരെ അരി നിറയ്ക്കുന്നു. അതിലേക്ക് മഞ്ഞളിന്റെ ഒരു കഷ്ണം ഇടുക. ഒരു ചെറുനാരങ്ങ ഇടാം. 9 അല്ലെങ്കിൽ 11 നാണയങ്ങൾ ഇടാം. കഴിയുമെങ്കിൽ സ്വർണമോ വെള്ളിയോ ഉള്ള നാണയം ഇടാം. ഏലയ്ക്ക, ഗ്രാമ്പു, ജാതിക്ക ഇതുപോലുള്ള സാധനങ്ങൾ വയ്ക്കാം. ചില കുടുംബങ്ങളിൽ ചീപ്പ്, കണ്ണാടി തുടങ്ങിയവ വയ്ക്കുന്ന പതിവുമുണ്ട്. അത് നിങ്ങളുടെ കുടുംബാചാരം അനുസരിച്ച് ചെയ്യാം. ഇനി ഇതെല്ലാം തയ്യാറാക്കിയ ശേഷം മുകളിൽ ഒരു തേങ്ങ വയ്ക്കണം. തേങ്ങയ്ക്ക് മഞ്ഞൾ പുരട്ടാം. മുഴുവനായിട്ടും മഞ്ഞൾ പുരട്ടി മാവില ഉപയോഗിക്കുന്ന ആചാരമുണ്ടെങ്കിൽ മാവില വയ്ക്കാം. ശേഷം മഹാലക്ഷ്മി ദേവിയുടെ തിരുമുഖമുണ്ടെങ്കിൽ അത് അലങ്കരിച്ച് വയ്ക്കാം. ഇല്ലെങ്കിൽ മഞ്ഞൾ ഉപയോഗിച്ച് അമ്മയുടെ മുഖത്തിന്റെ പ്രതീകം ഒരുക്കാം. ചന്ദനം, കുങ്കുമം, പൂക്കൾ ഇവയൊക്കെയും സമർപ്പിക്കാം. ഇനി കലശം എവിടെ വയ്ക്കണം? ഒരു മണപ്പലകയുണ്ടെങ്കിൽ അതെടുത്ത് വൃത്തിയാക്കി അതിൽ കോലമിടാം. മണപ്പലകയില്ലെങ്കിൽ ഒരു താമ്പാളം ഉപയോഗിക്കാം. അതിൽ കോലം വരയ്ക്കാം. അതിനു മുകളിൽ അരിയോ നെല്ലോ വിതറാം. ചിലർ ഇല വിരിച്ചാണ് കലശം വയ്ക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ ആചാരം എന്താണോ അതനുസരിച്ച് ചെയ്യാം. ശേഷം കലശം ഭംഗിയായി സ്ഥാപിക്കുക. സാരി ചാർത്താം. മാലയിടാം. പൂക്കൾ കൊണ്ട് അലങ്കരിക്കാം. കഴിയുന്നവർക്ക് കൂടുതൽ അലങ്കാരം ചെയ്യാം. കഴിയാത്തവർക്ക് ഒരു പൂവ് മാത്രം സമർപ്പിച്ചാലും മതി. ഇനി അടുത്തതായിട്ട് അമ്മയെ എപ്പോൾ ക്ഷണിക്കണം? ദേവിയെ എപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കണം? ഇത് പലർക്കും ഉള്ള ഒരു സംശയമാണ്. ദേവിയെ വ്യാഴാഴ്ച തന്നെ ക്ഷണിക്കണം. ചില കുടുംബങ്ങളിൽ പ്രധാന പൂജയ്ക്ക് മുൻ ദിവസം വീട്ടില് ദേവിയെ ക്ഷണിക്കുന്ന ആചാരമുണ്ട്. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വ്യാഴാഴ്ച തന്നെ ദേവിയെ ക്ഷണിക്കാം. അതായത് അമ്മയെ ക്ഷണിക്കുക അല്ലെങ്കിൽ ദേവിയെ ക്ഷണിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തലേ ദിവസം തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ശരിയാക്കി വെച്ച് എല്ലാം ചെയ്തു വെച്ച് പൂജ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. വ്യാഴാഴ്ച രാവിലെ 10:40 മുതൽ 11:40 വരെ ദേവിയെ ക്ഷണിക്കാനുള്ള സമയമായിട്ട് ഉപയോഗിക്കാം. ഇനി വൈകുന്നേരം ചെയ്യേണ്ടവർക്ക് വൈകുന്നേരം 6 മണിക്ക് ശേഷം ചെയ്യാം. എന്നാൽ എല്ലാവർക്കും വ്യാഴാഴ്ച തന്നെ ഇത് ചെയ്യാൻ കഴിയണമെന്നില്ല. വീട് ചെറുതായിരിക്കാം, പൂജ ചെയ്യാൻ പ്രത്യേക സ്ഥലമില്ലായിരിക്കാം. അങ്ങനെയുള്ളവര് വെള്ളിയാഴ്ച തന്നെ ദേവിയെ ക്ഷണിച്ച് പൂജ ചെയ്യാം. അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി വളരെ മനോഹരമായ ഒരു കാര്യമാണ് അമ്മയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന വിധം. കലശം തയ്യാറാക്കി പൂജാസ്ഥാനത്ത് വയ്ക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആചാരമനുസരിച്ച് അത് വീടിന്റെ പുറം വാതിലിന് സമീപം വയ്ക്കാം.
വീട്ടിലെ മുതിർന്ന സ്ത്രീയോ പൂജ ചെയ്യുന്ന വ്യക്തിയോ കലശം കയ്യിലെടുത്ത് ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കണം. അപ്പോൾ മനസ്സിൽ ഒരു കാര്യം ചിന്തിക്കുക: മഹാലക്ഷ്മി അമ്മ തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. സന്തോഷത്തോടെ ദേവിയെ വിളിക്കാം: അമ്മേ മഹാലക്ഷ്മി, എൻ്റെ വീട്ടിലേക്ക് വരയണമേ, എൻ്റെ വീട്ടിൽ വന്ന് വസിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ വീട്ടിൽ മനസമാധാനം നിറയ്ക്കണമേ, ആരോഗ്യം നൽകണമേ, സന്തോഷം നൽകണമേ, ഐശ്വര്യം നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുക. അമ്മയോട് ആദ്യം തന്നെ പണം വേണം എന്ന് മാത്രം ചോദിക്കേണ്ടതില്ല. പറയുക: അമ്മേ, എൻ്റെ മനസ്സിന് സമാധാനം തരയണമേ, എൻ്റെ ശരീരത്തിന് ആരോഗ്യം തരയണമേ, എൻ്റെ കുടുംബത്തിന് ഐക്യം തരയണമേ, എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം തരയണമേ, അവർക്ക് ധൈര്യം തരയണമേ, അവർക്ക് നല്ല ബുദ്ധി തരയണമേ, ഞങ്ങളുടെ അധ്വാനത്തിന് നല്ല ഫലം തരയണമേ, സത്യസന്ധമായ വഴിയിലൂടെ സമ്പാദിക്കാനുള്ള അവസരം തരയണമേ, ഞങ്ങളുടെ വീട്ടിലെ അന്നത്തിന് കുറവുണ്ടാകരുത്. ഇതാണ് കൂടുതൽ പൂർണ്ണമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം, ചിലർ ഒറ്റയ്ക്കായിരിക്കും. എനിക്ക് പൂജ ചെയ്യാൻ ആരുമില്ല, എന്നോടൊപ്പം നിൽക്കാൻ ആരുമില്ല. ഇങ്ങനെ വിഷമിക്കേണ്ട. ദേവിയോട് പറയാം: അമ്മേ, എനിക്ക് നീയല്ലാതെ ആരുമില്ല. നീ എനിക്ക് അമ്മയാണ്, നീ എനിക്ക് സഹോദരിയാണ്, നീ എനിക്കൊരു സുഹൃത്താണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും നീ കൂടെ ഉണ്ടാകണേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റയ്ക്കും വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വൃത്തിയാക്കി അതിനൊരു മാലയോ അല്ലെങ്കിൽ ഒരു ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടോ കുത്തിക്കൊണ്ട് പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് വളരെ ലളിതമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കും ഈ ഒരു പൂജയിൽ പങ്കെടുക്കാം. ഇനി എല്ലാ പൂജകളും പൂർത്തിയാക്കിയ ശേഷം മഹാലക്ഷ്മി ദേവിക്ക് മംഗളാരതി കാണിക്കാം. വിളക്ക് തെളിയിച്ച് അമ്മയെ ഭക്തിയോടെ പ്രാർത്ഥിക്കുക. ആചാരപ്രകാരം ദൃഷ്ടി മാറ്റുന്ന രീതി ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ശേഷം വരലക്ഷ്മി ചരട് കെട്ടാം. ഇനി ചരട് കെട്ടുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? വരലക്ഷ്മി വ്രതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് ചരട് കെട്ടുന്നത്. വീട്ടിലെ പ്രായമായിട്ടുള്ള മുതിർന്നവരുണ്ടെങ്കിൽ അവരുടെ കൈകൊണ്ട് ചരട് കെട്ടുന്നത് വളരെ വിശേഷമാണ്. അവരെ വിളിക്കുക, അവരുടെ കാലിൽ നമസ്കരിക്കുക, അവരുടെ അനുഗ്രഹം വാങ്ങുക, അവരുടെ കയ്യിൽ നിന്ന് കുങ്കുമം വാങ്ങുക, അവരുടെ കൈകൊണ്ട് ചരട് കെട്ടുക. ഇത് വെറും ചരട് കെട്ടുന്നതല്ല, മുതിർന്നവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതാണ്. അതിനാൽ സാധിക്കുന്നവർ ഈ രീതിയിൽ ചെയ്യുക. ഇനി താമ്പൂലം നൽകാം. നിങ്ങൾക്ക് കഴിയുന്നത്ര സ്ത്രീകളെയും ബന്ധുക്കളെയും അയൽക്കാരെയും വിളിക്കാം. താമ്പൂലം നൽകാം, കുങ്കുമം നൽകാം, നൈവേദ്യവും പ്രസാദവും പങ്കുവയ്ക്കാം. ഒരുപാട് ആളുകളെ വിളിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. കഴിയാത്തവർക്ക് കുടുംബത്തിലെ ആളുകൾ മാത്രം മതി. ഇവിടെ വീണ്ടും ഒരു കാര്യം ഓർക്കണം: ആഡംബരമല്ല പ്രധാനപ്പെട്ടത്, ഭക്തിയാണ്. ഇനി ഇതിലും ചില കുടുംബാചാരങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചരട് എത്ര ദിവസം ധരിക്കണം? ചിലർ കുറച്ച് ദിവസങ്ങൾ ധരിക്കും, 3 ദിവസം വരെ ധരിക്കുന്ന പതിവുള്ളവരുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ പിന്തുടരുന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത്. ഇനി പുനർപൂജ. വ്യാഴാഴ്ച അമ്മയെ ക്ഷണിച്ച് വെള്ളിയാഴ്ച പൂജ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ആചാരപ്രകാരം ശനിയാഴ്ച പുനർപൂജ നടത്താം. വെള്ളിയാഴ്ച തന്നെ അമ്മയെ ക്ഷണിച്ച് പൂജ ചെയ്യുന്നവർക്ക് ഞായറാഴ്ച പുനർപൂജ ചെയ്യാം. ഇനി പുനർപൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് ചെയ്യാം. വീണ്ടും വലിയൊരു പൂജ ചെയ്യേണ്ടതില്ല. വിളക്ക് തെളിയിക്കുക, പൂവ് സമർപ്പിക്കുക, നൈവേദ്യം വയ്ക്കുക, മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. ശേഷം കലശത്തിലുള്ള അമ്മയുടെ സാന്നിധ്യം വീട്ടിലെ അരിയിലേക്ക് സമർപ്പിക്കുന്ന രീതിയുണ്ട്. വീട്ടിൽ അരി സൂക്ഷിക്കുന്ന പാത്രമുണ്ടെങ്കിൽ അതിൽ അമ്മയെ പ്രതീകാത്മകമായി എഴുന്നള്ളിച്ചു വയ്ക്കാം. ഇങ്ങനെ: അമ്മേ, ഞങ്ങളുടെ വീട്ടിലെ അന്നത്തിലും സമൃദ്ധിയിലും എന്നും നീ നിറഞ്ഞു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇനി പൂജ കഴിഞ്ഞുള്ള അരി എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു കലശത്തിൽ വെച്ചിരിക്കുന്ന അരി എന്ത് ചെയ്യണം എന്ന് പലർക്കും സംശയമുണ്ടാകാം. ആ അരി ഒരു കാരണവശാലും പാഴാക്കാൻ പാടില്ല. അതുകൊണ്ട് വീട്ടിൽ പായസമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നൈവേദ്യമോ തയ്യാറാക്കി എല്ലാവർക്കും നൽകാം. അല്ലെങ്കിൽ പിന്നീട് വരുന്ന വിശേഷ ദിവസങ്ങളിൽ ഉപയോഗിക്കാം. ഇനി കലശത്തിലെ നാണയങ്ങൾ. കലശത്തിൽ വെച്ചിരുന്ന നാണയങ്ങളും പൂജ കഴിഞ്ഞ് എടുക്കാവുന്നതാണ്. അത് പേഴ്സിൽ സൂക്ഷിക്കാം, പണപ്പെട്ടിയിൽ വയ്ക്കാം, പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വയ്ക്കാം. സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ ആണെങ്കിൽ അതും സൂക്ഷിക്കാം. ഇത് ഒരു വിശ്വാസപരമായ ആചാരമാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എൻ്റെ വീട്ടിൽ നിലനിൽക്കട്ടെ, എൻ്റെ അധ്വാനത്തിന് നല്ല ഫലം ലഭിക്കട്ടെ, സത്യസന്ധമായ മാർഗത്തിലൂടെ സമ്പത്ത് ലഭിക്കട്ടെ. ഇങ്ങനെ ഒരു പ്രാർത്ഥനയോടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വ്രതം ഈ പറഞ്ഞ രീതിയിൽ തന്നെ അനുഷ്ഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല. വരലക്ഷ്മി പൂജയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യാം. അന്നത്തെ ദിവസം നിങ്ങൾ നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നമ്മൾ സാധാരണ എങ്ങനെയാണോ വ്രതം അനുഷ്ഠിക്കുന്നത്, തലേ ദിവസം മുതൽ ഒരിക്കൽ എടുത്തുകൊണ്ട് ആരംഭിക്കുക. വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് വരവേൽക്കാനായിട്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. വീട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ
എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ലക്ഷ്മി ദേവിയെ അന്നേ ദിവസം പ്രാർത്ഥിക്കുന്നത് പോലും വലിയ പുണ്യമാണ്. അപ്പോൾ വഴക്കുകളോ പ്രശ്നങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ലക്ഷ്മി ദേവിക്ക് എല്ലാ സന്തോഷങ്ങളോടുകൂടിയും നമ്മുടെ വീട്ടിൽ വസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.